ഇല്ലനിറ, വല്ലനിറ, പത്തായനിറ, കൊല്ലനിറ. ഇല്ലനിറ, ഇല്ലം നിറയട്ടെ, വീടുകൾ നിറയട്ടെ. വല്ലനിറ, കുട്ടകൾ നിറയട്ടെ. പത്തായനിറ, പത്തായങ്ങൾ നിറയട്ടെ. കൊല്ലനിറ, വർഷം മുഴുവൻ ഐശ്വര്യം നിറയട്ടെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കാർഷിക ആചാരത്തെക്കുറിച്ചാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഒക്കെ നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇല്ലനിറ. അതായത് നമ്മൾ പുതുതായി കൊയ്തെടുക്കുന്ന നെൽക്കതിര് വീടുകളിൽ നമ്മൾ എടുത്ത് വെക്കുന്ന ആ നെൽക്കതിരിൻ്റെ കൂടെ മാവില, പ്ലാവില അതൊക്കെ കൂടെ തോരണം പോലെ ഉണ്ടാക്കി നമ്മൾ വീടിൻ്റെ ഉമ്മറപ്പടിയിലും വാതിൽപ്പടിയിലും എല്ലാ വാതിലിൻ്റെ അടുത്തും ഒക്കെ നമ്മളതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നിറനാഴി, തേങ്ങ, അവില്, ശർക്കര, പഴം ഇതൊക്കെ നമ്മൾ ഭഗവാന് നേദിക്കുന്ന ഒരു ചടങ്ങാണത് ഇല്ലനിറ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളിന്ന് പുതിയ വീട്ടിൽ ആദ്യത്തെ ഇല്ലനിറയാണത്. നമ്മൾ ആ വീട്ടിൽ നിന്ന് പഴയ വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം പണ്ട് മുതലേ ചെയ്തു വരുന്ന ആചാരമാണിതൊക്കെ. അതൊക്കെ എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് നമ്മൾ കരുതണം. ഇത് ഈ ആചാരങ്ങളൊക്കെ നമ്മൾ തുടങ്ങുന്നത് ഈ മിഥുനം 31 കലിയൻ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അവിടെ എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്ന് അറിയില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതലേ ചെയ്യുന്നതാണ്. ഞങ്ങളൊക്കെ ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. അതായത് നമ്മൾ കലിയനെ തൃപ്തിപ്പെടുത്തുക എന്ന് കരുതിയിട്ട് നമ്മളെ ഭക്ഷണം ഇതൊക്കെ കലിയനെ നമ്മൾ പുറത്ത് ചിരട്ടയിലാക്കിയിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. ആ കലിയനെ തൃപ്തിപ്പെടുത്തിയാൽ നമ്മുടെ കർക്കിടകത്തിൽ നമുക്ക് പഞ്ഞമില്ലാതെ കഴിയാം, സമൃദ്ധി ഉണ്ടാവുന്നൊക്കെ ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ മിഥുനം 31 കലിയന് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ കർക്കിടകം 1-ാം തീയതി മുതൽ നമ്മൾ രാമായണ പാരായണം നടത്തുന്നത്. ആ 1-ാം തീയതി മുതൽ നമ്മൾ ശിവബോധിക്ക് വെക്കും. അതായത് ശ്രീ ഭഗവതിയെ വീട്ടിൽ ഇരുത്തുക എന്നുള്ള, ശ്രീ ഭഗവതി ലോപിച്ചാണ് ശിവബോധി ആയത്. ആ ശിവബോധിക്ക് വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ രാമായണമൊക്കെ നമ്മൾ ചൊല്ലിത്തുടങ്ങി 28-ാം തീയതി നമ്മൾ രാവണവധം കഴിഞ്ഞ് 29-നാണ് നമ്മൾ ഇല്ലനിറ ചെയ്യുന്നത്. ആ 29-ന് തലേ ദിവസം രാവണനെ വധിച്ച് ലക്ഷ്മിയെ കുടിയിരുത്തുന്ന അന്നാണ് നമ്മൾ രാമായണത്തിൽ സീതാസ്വീകാര്യം എന്നുള്ള ആ ഒരു ഭാഗം വായിക്കുന്നത്. അപ്പോൾ ഈ ചടങ്ങുകളെല്ലാം തന്നെ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ ചിന്തിച്ച് എല്ലാം ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ട് വരിക. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പഴയ കാലത്തുള്ള എല്ലാ ചടങ്ങും നമ്മുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് പഴമക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചിങ്ങൊന്നിന് പിന്നെ നമ്മൾ ഓണത്തിലേക്ക് അടുത്തല്ലോ. അപ്പോൾ ഈ ഇല്ലനിറ വെക്കുന്ന സമയത്ത് നിറ പൊലി പൊലി, ഇല്ലനിറ, വല്ലനിറ, പത്തായനിറ എന്നൊക്കെ പറയാറുണ്ട്. ഇത് നമുക്ക് അന്നം തരുന്ന കർഷകനെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. എനിക്കറിയുന്ന ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ഇല്ലനിറ നിങ്ങൾ ചെയ്യുന്നതെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അന്ന് ഈ ഇല്ലനിറയുടെ അന്ന് വൈകുന്നേരം നമ്മൾ വീടുകളിൽ പായസമോ എന്തെങ്കിലും ഒരു മധുരം നമ്മൾ ഉണ്ടാക്കി വെക്കും.